ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി പാലപ്പയും വെജിറ്റബിൾ കുറുമക്കറിയാണ്. അപ്പോൾ ഞാനിന്ന് ഇടുന്നത് പാലപ്പത്തിൻ്റെ വീഡിയോ ആണ്. കുറുമക്കറിയുടെ ഇതുപോലെ പാർട്ട് 2 ആയിട്ടിടാം, അല്ലാന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് കിട്ടും. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ ഇൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ടത് തേങ്ങ, 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് ചോറ്, 1 കപ്പ് വെള്ളം, ഒരു 1/4 കപ്പ് നാളികേരത്തിൻ്റെ വെള്ളം, പിന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചെരുവിയതും. ഇനി ജാറിലേക്ക് പച്ചരി കുറച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് പകുതി തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളത്തിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള പച്ചരിയിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള തേങ്ങ ചിരവിയത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1/4 കപ്പ് നാളികേരത്തിൻ്റെ വെള്ളമാണ്. വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളതിന് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ ഉള്ള പച്ചരി ഫുള്ളായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് ഈസ്റ്റാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് സാൾട്ടാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളത്തിൽ നിന്ന് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 3 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് ചെറിയ ജാറായതുകൊണ്ടാണ്. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കണമെങ്കിലും നിങ്ങളുടെ ഇതനുസരിച്ച് ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ പച്ചരിയൊക്കെ അടിച്ച് നമ്മൾ പാലപ്പത്തിനുള്ള മാവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈസ്റ്റ് എല്ലായിടത്തേക്കും എത്താത്തത് കൊണ്ട് തന്നെ നമ്മളെ മാവ് പൊന്തി വരില്ല. അപ്പോൾ എല്ലായിടത്തേക്കും എത്തണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ ഒരു നല്ലൊരു പാലപ്പമായിട്ട് റെഡി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് മൂടി വെക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് തലേ ദിവസമാണ്. അപ്പോൾ ഇനി നാളെ രാവിലെ ആകുമ്പോഴത്തെ മാവിൻ്റെ അവസ്ഥ നമുക്കൊന്ന് കാണാം. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി അതൊരു തവി വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് നമ്മൾ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. നന്നായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട്. മധുരവും സാൾട്ടൊക്കെ നോക്കിയിട്ട് ഈ നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുപ്പത്തേക്ക് വെള്ളപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് പാലപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ പാലപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് സൈഡൊന്നും മൊരിച്ചെടുക്കണമെന്നില്ല, ഇങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ നന്നായിട്ട് മൊരിച്ചിട്ട് അടിപൊളിയായിട്ട് പാലപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഫുള്ള് പാലപ്പവും റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാലപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി കുറുമക്കറി നമുക്ക് പാർട്ട് 2 ആയിട്ട് ഇടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ.